ഷാർജയിൽ മരിച്ച വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് വൈകുന്നു. സംസ്കാരം നടക്കുന്നതിന് തൊട്ടുമുൻപ് കോൺസുലേറ്റ് ഇടപെട്ടു. കുഞ്ഞിന്റെ മൃതദേഹം വീണ്ടും മോർച്ചറിയിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കാൻ അനുവദിക്കണമെന്ന് വിപഞ്ചികയുടെ അമ്മ ആവശ്യപ്പെട്ടിരുന്നു. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, എന്തെങ്കിലും ഒരു തീരുമാനമായോ വിഷയത്തിൽ? ഈ കോൺസുലേറ്റ് ഒക്കെ ഇടപെട്ടിട്ടുണ്ട്, ചർച്ചയൊക്കെ അവസാനിച്ചോ അവിടെ? അപ്പൊ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തൽക്കാലം വിഭജികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് എന്തായാലും മൃതദേഹം സംസ്കരിക്കുന്നില്ല എന്നാണ് തീരുമാനം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കുഞ്ഞിന്റെയും വിഭജികയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്നെടുത്ത് ശ്മശാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് കോൺസുലേറ്റിന്റെ ഇടപെടലുണ്ടായത്. ഇതേ തുടർന്ന് മൃതദേഹം വീണ്ടും മോർച്ചറിയിലേക്ക് കോൺസുലേറ്റിൽ നടന്ന സമവായ ചർച്ച നടത്തി. അതായത് കുഞ്ഞിന്റെ അച്ഛൻ നിതീഷുമായി ഒരു സമവായ ചർച്ച നടത്തിയിരുന്നു. ഈ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതിന് തൽക്കാലം അവർ വഴങ്ങിയിട്ടുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹവും വിഭജികയുടെ മൃതദേഹവും നാട്ടിലെത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിഭജികയുടെ അമ്മ ശൈലജ ഇന്ന് രാവിലെ ഷാർജയിലെത്തിയത്. അവർ ഷാർജ കോടതിയെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. പക്ഷേ കുഞ്ഞിന്റെ രക്തബന്ധു എന്നുള്ള പരിഗണന കുഞ്ഞിന്റെ അച്ഛനായതിനാൽ ഇക്കാര്യം അച്ഛനാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു നിലപാടാണ്, ഒരു നിയമോപദേശമാണ് ഈ കുടുംബത്തിന് ലഭിച്ചത്. പിന്നീട് ഈ ബന്ധുക്കൾ ഇന്ന് തന്നെ വൈഭവിയുടെ മൃതദേഹം സംസ്കരിക്കും എന്നൊരു അറിയിപ്പ് ഈ കുടുംബത്തെ അറിയിച്ചിരുന്നു. ഇത് ഉണ്ടാവരുത്, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിൽ നിന്ന് എംപിമാരടക്കമുള്ളവരുടെ ഇടപെടലുണ്ടായി. ഇതേ തുടർന്നാണ് കോൺസുലേറ്റ് ഇടപെട്ട് തൽക്കാലത്തേക്ക് വൈഭവിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. അമൃത. ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.